വിരാട് കോഹ്ലിയുടെ ഫോം, വിരാട് കോഹ്ലി ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ ഒരു ഫിലോസഫറെ പോലെയാണ് സംസാരിക്കുന്നത് പലപ്പോഴും, പ്രാക്ടീസിൻ്റെ ഇടയിലും കളീൻ്റെ ഇടയിലും ഒക്കെ പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ പലതരത്തിലുള്ള പ്രഷറിനെ കുറിച്ച് സംസാരിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് ടെൻഷൻ ഉണ്ടാകുമ്പോഴാണ് എനിക്ക് കൂടുതൽ കളി വരുന്നതെന്ന് പറയുന്നു. പക്ഷെ എന്തായാലും നമ്മൾ നോക്കുമ്പം വിരാട് കോഹ്ലി ഒരു പഴയതിനേക്കാളും മികച്ച ഫോമിലേക്ക് എത്തുന്ന പോലെ തോന്നും, പ്രത്യേകിച്ചും വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ. ഇതിപ്പോ നിങ്ങൾ നേരത്തെ പ്രഷർ എന്നുള്ള വാക്ക് പറഞ്ഞു. പ്രഷർ ഇല്ലാതെ കളിക്കണ ഒരു കളിക്കാരനെ പോലെയാണ് ഇപ്പൊ എന്താ വെച്ചാൽ കോഹ്ലിക്ക് മനസ്സിലാണ്ട് എനിക്ക് ഇനി മാക്സിമം 1-2 നല്ല സീസൺ ബാക്കിയുണ്ട്. ആ 27 ലോകകപ്പ് കേന്ദ്രീകരിച്ചിട്ടാണ് എല്ലാ മൂവ്സും. അപ്പൊ അത് അവിടെ എത്തണ വരെ ഞാൻ ഫിസിക്കലായിട്ടും മാനസികമായിട്ടും ഒക്കെ പീക്ക് കണ്ടീഷനിലായിരിക്കണം. എല്ലാ നീക്കങ്ങളും അതിനനുസരിച്ചിട്ടാണ്. അപ്പൊ ആ ഒരു വലിയൊരു ഗോൾ ഉണ്ടാവുമ്പോ അതിന്റെ ഇടയ്ക്ക് വരുന്ന കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അപ്പൊ അതൊരു പിന്നെ RCB ആണെങ്കിൽ നല്ല ടീമാണ്. അപ്പൊ അങ്ങനെ ഒരു തോൽക്കണ ടീമിലാവുമ്പോ അതിൻ്റെതായിട്ടുള്ളൊരു പ്രഷറുണ്ട്. നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കളിക്കാരനാവുമ്പോ. ജയിക്കുന്ന ഒരു ടീമാകുമ്പോ ആ പ്രഷർ തന്നെ കുറെ. എങ്ങനെയാണ് ഇപ്പം നമ്മളിപ്പോ ഒരു 2 സീസൺ കൂടി പറഞ്ഞല്ലോ, അതായത് 27 ലോകകപ്പ്, ODI ലോകകപ്പ്, അപ്പൊ അതിനകത്തേക്കുള്ള അങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് ദിലീപിന് എന്താ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുക കോഹ്ലിയെ പറ്റി? പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോ RCB പോഡ്കാസ്റ്റ് ആയിട്ട് ചെയ്ത അഭിമുഖത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ടീം മാനേജ്മെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനിയും ശരിയായിട്ടില്ല. എന്താ എനിക്ക് വിലയുള്ള സ്ഥലത്തേ ഞാൻ പോവുള്ളൂ എന്നുള്ളൊരു വാചകം. പിന്നെ അത് കൂടാതെ നിങ്ങൾ ഒരാഴ്ച മുമ്പ് ഞാൻ എല്ലാ പ്ലാൻസിലും ഉണ്ടോയെന്ന് പറയുന്നു, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്നു. അങ്ങനത്തെ ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു ലോകത്ത് എനിക്ക് കളിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിരിക്കും. അപ്പൊ ഇത് ആദ്യമായിട്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ഇത് ഫിക്സ് ചെയ്യണം. ഇപ്പൊ IPL കഴിഞ്ഞ ഉടനെ നമ്മൾ ഇംഗ്ലണ്ട് പോണതിന് മുമ്പ് അജിത് അഗർക്കർ, ഗൗതം ഗംഭീർ, വിരാട് കോഹ്ലി ഇവർ 3 പേരും കൂടെ ഇരുന്നിട്ട് പരസ്പരം എന്തൊക്കെ പ്രശ്നങ്ങളാണുള്ളത് അത് ഒഴിവാക്കണം. എന്ന് വെച്ചാൽ ഈ 1-2 ആൾക്കാരുടെ ഈഗോ കാരണം ടീം സഫർ ചെയ്യരുത്. പക്ഷെ തീർച്ചയായിട്ടും എൻ്റെ മനസ്സിൽ സൗത്ത് ആഫ്രിക്കയിൽ നമുക്കൊരു ലോകകപ്പ് ജയിക്കണമെങ്കിൽ അത് കോഹ്ലി ഇല്ലാതെ ജയിക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ അത് കുറെയൊക്കെ ബോളർ ഫ്രണ്ട്ലി പിച്ചസ് ആയിരിക്കും. അതിൽ ശരിക്കുള്ള ടെക്നിക്ക് വേണം, എങ്ങനെ ഒരു ഇന്നിങ്സ് ബിൽഡ് ചെയ്യണം എന്നൊന്ന് അറിയണ ഒരു കളിക്കാരൻ വേണം. അപ്പൊ എങ്ങനെ നോക്കിയാലും ഒരു ആങ്കർ പ്ലെയർ ആയിട്ട് കോഹ്ലിയെ നമുക്ക് ആവശ്യമാണ്. അപ്പൊ ഇപ്പൊ തമ്മിലുള്ള എന്തൊക്കെ പ്രശ്നങ്ങളാണോ ഉള്ളത് അത് ആദ്യം സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ടുള്ള പാത ശരിക്കും എളുപ്പമാണ്. ഈ ഷോർട്ടർ വേർഷനിൽ മാത്രമായിരിക്കുമോ ഇനി കോഹ്ലിയുടെ ഒരു സാന്നിധ്യം ഉണ്ടാകുക? അതായത് നമ്മൾ ഒരു ടെസ്റ്റിലേക്കൊക്കെ എങ്ങനെയാണ് ഭാവിയിൽ അല്ല റിട്ടയർ ചെയ്ത് അത് ഒരു മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. എന്താ വെച്ചാൽ അതിപ്പോ കോഹ്ലിക്ക് പകരം വന്നിട്ടുള്ള കളിക്കാരുടെ സ്ഥാനം തിരിച്ച് തട്ടിയെടുക്കാനൊന്നും നോക്കും തോന്നുന്നില്ല. പക്ഷെ ഇതിലാണ് ഇപ്പൊ മുഴുവൻ ശ്രദ്ധ. ഇപ്പൊ ഈ IPL ഒക്കെ കളിക്കുന്നത് തന്നെ തൻ്റെ ഫിറ്റ്നസും പെർഫോമൻസും താഴാതിരിക്കാൻ വേണ്ടി നല്ല കളിക്കാരുടെ എതിരെയാണല്ലോ കളിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ ഇംഗ്ലണ്ട് പര്യടനം ഉണ്ട്, അത് കഴിഞ്ഞ് ശ്രീലങ്ക, ന്യൂസിലൻഡ് അങ്ങനെ പോയി. അടുത്ത കൊല്ലാകുമ്പോഴേക്കും പിന്നെ കുറേം കൂടി ODIs കളിക്കും ഇന്ത്യ. അപ്പോൾ എല്ലാം ആ നവംബർ 2027 കണ്ടിട്ടാണ് ഇപ്പൊ കളിക്കുന്നത്. ഈ മാനേജ്മെന്റുമായിട്ടുള്ളത് എന്ത് തരം ഈഗോ ആണ് ഇപ്പോൾ ഉള്ള ഡ്രസ്സിംഗ് റൂം പ്രശ്നങ്ങളൊക്കെ എന്താണ്? ഞാൻ ഒരാളുടെ എതിരെ മാത്രം എനിക്ക് വിരല് ചൂണ്ടാൻ ആഗ്രഹമില്ല. പക്ഷെ ഇത് ഞാൻ പണ്ട് ഒരിക്കൽ സച്ചിനും ഗ്രെഗ് ചാപ്പലും തമ്മിൽ കണ്ടിട്ടുണ്ട്. ഗ്രെഗ് ചാപ്പലിന് വെസ്റ്റ് ഇൻഡീസ് ലോകകപ്പ് 2007 സച്ചിൻ നമ്പർ 4 ബാറ്റ് ചെയ്യണം. അവിടുത്തെ പിച്ചസ് കുറച്ച് സ്ലോ ആണ്. അവിടെ ഒരു മിഡിൽ ഓർഡർ സ്ഥാനത്ത് നിന്ന് കുറച്ച് ആക്സലറേഷൻ കൊടുക്കണ ഒരു ബാറ്റ്സ്മാൻ വേണം. അതിന് പറ്റിയ ആള് സച്ചിനാണ്. ഏത് കണ്ടീഷൻസിലും ബാറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ സച്ചിൻ സെൽഫിഷ് ആവരുത്, സച്ചിൻ അതനുസരിച്ച് ടീമിന്റെ ആവശ്യം അനുസരിച്ച് അങ്ങനെ കളിക്കണം. അത് ഗ്രെഗ് ചാപ്പലിന്റെ മനസ്സിൽ. സച്ചിൻ നേരെ തിരിച്ചു പറയുന്നത്, നിങ്ങള് ഇത്രയും കൊല്ലമായിട്ട് ഞാൻ 12-13 കൊല്ലമായിട്ട് ഞാൻ ഇന്ത്യക്ക് വേണ്ടി ഓപ്പൺ ചെയ്യണ കളിക്കാരനാണ്. അത് കാരണം നാഷണൽ ടീമിന് ഗുണം ഉണ്ടായിട്ടില്ല, ഒരു ദോഷം ഉണ്ടായിട്ടില്ല. ഒരു ലോകകപ്പ് ഫൈനലെത്തി, ചാമ്പ്യൻസ് ട്രോഫി ജയിച്ചു, വേറെ പല ട്രോഫികളും നേടിയിട്ടുണ്ട്. അപ്പൊ ഇത് ഒരു
പ്രശ്നമില്ലാത്ത കാര്യത്തിൽ പോയിട്ട് നിങ്ങൾ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നോക്കണമെന്നായിരുന്നു സച്ചിന്റെ ചോദ്യം. ഞാൻ എൻ്റെ സ്പോട്ടിൽ സെറ്റിൽഡ് ആണ്. എനിക്ക് എൻ്റെതായിട്ടുള്ള രീതികളുണ്ട്. അപ്പൊ അത് ഞാൻ മുന്നോട്ട് പോയിക്കോട്ടെ, എനിക്ക് ഏതായാലും ഇനി കുറച്ച് കൊല്ലേ ബാക്കിയുള്ളൂ. എൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് എന്തിനാ നിങ്ങൾ എന്നെ മാറ്റണം? അത് തന്നെയാണ് കോഹ്ലിയും ചോദിക്കുന്നത്. കോഹ്ലി പറയുന്നത് ഞാൻ എൻ്റെ പ്രിപ്പറേഷൻ, നിങ്ങൾ എന്നോട് 50 ഓവർ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടാൻ പറഞ്ഞാലും എനിക്ക് ഒരു മടിയില്ല. ഞാൻ ഫീൽഡിൽ 50 ഓവർ, പലരും ബാറ്റ് ചെയ്ത് കഴിഞ്ഞ് ഡ്രസ്സിംഗ് റൂമിൽ പോയിരിക്കും. കോഹ്ലി ഒരിക്കലും അത് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ ഇതൊക്കെ ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്, അത് നിങ്ങൾ എനിക്ക് തരണം. ഇത് മുമ്പുണ്ടായിരുന്ന ഇതേ പ്രശ്നം തന്നെയാണ്. ഒരു സ്റ്റാർ പ്ലെയർക്ക് ചിലപ്പോൾ നമ്മൾ കുറച്ച് അലവൻസ് ഒക്കെ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഒരു മെസ്സിയോട് നിങ്ങൾ മറ്റേ വിങ്ങർ കളിക്കണ പോലെ അത്ര തന്നെ പ്രസ് ചെയ്യണം എന്ന് പറയാൻ പോകുന്നില്ല. എന്നുവെച്ചാൽ മെസ്സിയുടെ അടുത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു നിങ്ങൾക്ക് അറിയാം. അപ്പൊ അതിന്റെ കൂടെ കുറച്ച് വിട്ടുവീഴ്ചകൾ ചെയ്യണമെങ്കിലും ആയിക്കോട്ടെ. അത് അങ്ങനെയാണ് ഒരു എന്താ പറയുക, ഒരു ശരിക്കുള്ള ഒരു ശാന്തമായിട്ടുള്ളൊരു ടീം എൻവയൺമെന്റ് അങ്ങനെ സൃഷ്ടിക്കാൻ പറ്റും. എല്ലാവർക്കും ഒരേ ചിട്ടകൾ വേണമെന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. ഒരു ടീമിൽ അത് നടക്കാത്ത കാര്യമാണ്. ഇപ്പൊ കോഹ്ലി അത്ര തന്നെ പറഞ്ഞിട്ടുള്ളൂ. പണ്ട് ഞാൻ പറഞ്ഞ പോലെ ഇത് സച്ചിനായിട്ട്, പക്ഷെ അത് ആ ഒരു ടസ്സിൽ ഗ്രെഗ് ചാപ്പലി ജയിച്ചു, പക്ഷെ അത് ടീമിന് ദോഷമേ ചെയ്തുള്ളൂ. സച്ചിൻ വളരെ ഇൻസെക്യൂറായി അവിടെ പോയി പെർഫോം ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ ആദ്യത്തെ റൗണ്ടിൽ പുറത്താവുകയും ചെയ്തു. നേരെ തിരിച്ച് ആ സമയത്ത് സച്ചിൻ ഓപ്പണിംഗ് തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇന്ത്യ പറയാൻ പറ്റില്ല ആ ലോകകപ്പ് എവിടെ എത്തിയായിരുന്നു.